കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാൻ ഒരുമിച്ച് ഈ ആരാധനാലയത്തിൽ കൂടി വരുവാൻ, നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ലഭ്യമായ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ സിറ്റിയിലുള്ള ഈ പ്രവർത്തനത്തിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ വി.ടി. തോമസ് അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹൃദ്യമായ സമീപനം, അതുപോലെ തൻ്റെ നേതൃത്വം ഈ പട്ടണത്തിലുള്ള പൊതുവായ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പ്രത്യേകമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ആമേൻ. ഇന്ന് രാവിലെ സമയം വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവദാസന്മാരോട് അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകന്മാരോട് ദൈവവചനം പ്രസംഗിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ഉദ്യമമാണ് എന്ന് അത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വളരെ ഭയത്തോടും വിറയലോടും കൂടെ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഈ രാവിലെ സമയം ആയിരിക്കുകയാണ്. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്ന കരങ്ങൾ ദൈവസന്നിധിയിൽ വരുന്നത് കർത്താവിന്റെ മഹനീയ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷകന്മാർ മാത്രമല്ല, സഭയിൽ വിവിധ നിലകളിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികൾ കൂടെ, അല്ലെങ്കിൽ സഹോദരിമാർ കൂടെ ഇന്ന് പകൽക്കാലം ഈ യോഗത്തിലുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ ധരിക്കുന്ന ഏതാനും കാര്യങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ചിന്തിച്ച് ഇന്ന് പകൽക്കാലം എനിക്ക് ലഭ്യമായ സമയത്തിനകത്ത് തന്നെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു വേദഭാഗം ആദ്യം വായിക്കാം. കുറച്ച് വേദഭാഗങ്ങൾ വായിക്കേണ്ടതായി വരും. കർത്തൃദാസന്മാരാരെങ്കിലും സഹോദരിമാരോ ആരെങ്കിലും അങ്ങനെ വായിച്ച് സഹായിക്കുന്നതെങ്കിൽ സമയം ലാഭിക്കാൻ നമുക്കത് പ്രയോജനപ്രദമായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ശുശ്രൂഷകന്മാരുടെ വിവിധങ്ങളായ യോഗ്യതകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളെ ഈരണ്ടീരണ്ടായി പറഞ്ഞയക്കുന്ന രംഗം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഉള്ള ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി കൊടുത്തിരിക്കുന്നത് സ്നാപക യോഹന്നാന്റെ ജീവചരിത്രത്തിന്റെ ഒരു സംക്ഷിപ്തമാണ്. അനവധി ആത്മീക കാര്യങ്ങൾ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വേദഭാഗവും അധ്യായവുമാണ് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം നമുക്കറിയാം. സ്നാപക യോഹന്നാന്റെ തല അല്ലെങ്കിൽ തന്റെ ജീവനാണ് വേണ്ടത് എന്ന് ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദ ആവശ്യപ്പെടുന്നു. അതിനനുസരിച്ച് അത് നൽകി കൊടുക്കുവാൻ ഹെരോദാവ് മനസ്സുള്ളവനായി തീരുന്നു. അങ്ങനെ ഒരു ദൈവഭൃത്യന്റെ ജീവിതം തന്റെ വിശ്വാസത്തിന് വേണ്ടി ത്യജിക്കേണ്ടി വരുന്ന ഉത്തമമായ ഒരു ഉദാഹരണത്തോടു കൂടെയാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു ശുശ്രൂഷക്കാരന്റെ ജീവിതം ഈ ലോകത്തെക്കാൾ വിലയുള്ളതാണ്. മറ്റൊന്നുമല്ല ആ സ്ത്രീക്ക് വേണ്ടിയിരുന്നത്. അവർക്ക് വേണ്ടിയിരുന്നത് ഒരു ദൈവഭൃത്യന്റെ ജീവിതം, അല്ലെങ്കിൽ അവന്റെ തല അതെനിക്ക് ലഭ്യമാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ട് ഈ മനുഷ്യന്റെ ജീവൻ തന്നെ എന്റെ സന്തോഷത്തിന് എനിക്ക് ലഭ്യമാകണം എന്ന് ആ സ്ത്രീ ആവശ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണവും നമുക്ക് അതേ അധ്യായത്തിൽ കാണുവാൻ കഴിയും. 6-ാം അധ്യായം വായിക്കേണ്ട, അതിന് 20-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഒരു ശുശ്രൂഷക്കാരൻ ലോകത്തെക്കാൾ വിലമതിക്കപ്പെടുന്ന ആളായിത്തീരുന്നത് അദ്ദേഹത്തിന്റെ ബാഹ്യമായ പ്രകടനങ്ങൾ
എന്നാവശ്യപ്പെട്ടു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് സർവശക്തൻ ആഗ്രഹിക്കുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ വയ്യാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറയുന്നവരാകുവാനല്ല, നീതിയും വിശുദ്ധിയുമുള്ള ദൈവഭൃത്യന്മാരായി ജീവിച്ചാൽ ഈ ലോകം നമ്മെ ഭയപ്പെടും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം, അതിന്റെ ആന്തരിക വിശുദ്ധി, അത് പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ കൂടെ നമുക്ക് ആരംഭത്തിൽ തന്നെ നോക്കാം. റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ അത് സുഗമമായി തീരും. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം എങ്ങനെ മുൻപ് നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ അശുദ്ധിക്കായി ഉപയോഗിച്ചുവോ, ഇപ്പോൾ നിങ്ങളുടെ അതേ അവയവങ്ങൾ വിശുദ്ധിയുടെ ആയുധങ്ങളായി വിശുദ്ധിക്ക് വിധേയമായി ഉപയോഗിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. പഞ്ച ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് സുഗന്ധം പകരുന്നത്, നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത്, ആസ്വാദ്യകരമാക്കുന്നതെല്ലാം നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളാണ്. ഒരു ദൈവ ഭൃത്യനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ച ഇന്ദ്രിയങ്ങളുടെ മേലും ഈ അവയവങ്ങളുടെ മേൽ എല്ലാം തന്നെ വളരെ വ്യക്തമായ നിയന്ത്രണം ഉണ്ടായിരിക്കണം. നീതിയും വിശുദ്ധിയുമുള്ള ഒരു ദൈവഭൃത്യനായി ജീവിക്കണമെങ്കിൽ. ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം. കർത്താവ് ദൈവം സർവശക്തൻ വെറുക്കുന്ന 6-7 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങളെല്ലാം ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രസംഗിക്കുന്നവരാണ്, ദൈവവചനം അറിയാവുന്നവരാണ്. ഈ ദൈവദാസന്റെ നേതൃത്വം കൊണ്ടും ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് ഈ രാവിലെ സമയം നിങ്ങൾ വന്നെത്തിയത് എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എന്നാൽ നമ്മളുടെ ദൈവവചന കേൾവി ഒരു പടിയൂടെ നമ്മെ തന്നെ കാണുവാനും ദൈവത്തോട് നമ്മൾ അടുക്കുവാനും കാരണമായി തീരുന്നില്ലെങ്കിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയം പ്രയോജനരഹിതമാണ്. അങ്ങനെ നമുക്ക് പ്രാർത്ഥനാപൂർവം ആ വേദഭാഗം ഒന്ന് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ആമേൻ. വെറുപ്പാകുന്നു, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാല്, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. അതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചുള്ള പരാമർശമല്ല, എന്നാൽ പഞ്ചേന്ദ്രിയങ്ങൾ അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിന് തൃപ്തികരമായ സ്വീകാര്യമായ വിശുദ്ധിയുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണമെങ്കിൽ നമ്മൾ ഈ അവയവങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരവയവം കണ്ണാണ്. കണ്ണ്. ഹല്ലേലൂയ. നമുക്കറിയാം, തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്, കണ്ണ് ശോഭയുള്ളതാണെങ്കിൽ, നല്ലതാണെങ്കിൽ ശരീരം മുഴുവനും ഭംഗിയുള്ളതായിരിക്കും. എന്നിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ കണ്ണാണ് നിനക്ക് ഇടർച്ച വരുത്തുന്നതെങ്കിൽ ആ കണ്ണിനെ നീ
2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന, അറിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന സാങ്കേതികമായ ഒരു വികാസമോ ഉപകരണങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് വിശുദ്ധ പത്രോസ് പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുകയാണ്, പാപം കണ്ടിട്ട് കൊതി തീരാത്ത കണ്ണുകൾ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിക്കുന്നത് ദൈവഭൃത്യന്മാരോടാണെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. സഭയിൽ വിവിധ നിലകളിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തികളോടാണ് എന്നെനിക്കറിയാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ കണ്ണുകൾ പിശാചിന്റെ അവയവങ്ങളായി അധപ്പതിക്കുവാനല്ല, അത് വിശുദ്ധിയുടെ ആയുധങ്ങളായി തീരുമ്പോഴാണ് ദൈവം ഒരു ദാസൻ എന്ന നിലയിൽ നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോഴാണ് ലോകത്തിൽ നമ്മുടെ ഭയമുണ്ടാകുന്നത്. അപ്പോഴാണ് ഒരുപക്ഷെ ലോകം പറയുന്നത്, എനിക്ക് മറ്റൊന്നും വേണ്ട, ഈ രാജ്യത്തിന്റെ പകുതിയേക്കാൾ വലുതായി ഞാൻ കാണുന്നത് ഈ മനുഷ്യന്റെ തലയാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ വിശുദ്ധി നമ്മൾ പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കണ്ണ്. അടുത്തതായി നാവ്. ഹല്ലേലൂയ. നമുക്കറിയാം, പെന്തക്കോസ്തുകാരുടെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കി വെക്കുന്ന, സ്നേഹ ബന്ധങ്ങളെ തകർക്കുന്ന, തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന, മനുഷ്യരെ തമ്മിൽ അകറ്റുന്നത് എല്ലാം നമ്മുടെ നാവിന്റെ മേലുള്ള നമ്മളുടെ നിയന്ത്രണ കുറവ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഗർവമുള്ള നാവിനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കറിയാം, നാവ് അതൊരു ചെറിയ അവയവമാണ്, വലിയ അവയവമല്ല. നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ അവയവമാണ്. എന്നാൽ പറഞ്ഞിരിക്കുന്നത് ഒരു കപ്പലിനെ പോലും ചെറിയ ഒരു കടിഞ്ഞാണ് കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ഈ നാവ് സ്വാതന്ത്ര്യമായി പല്ലുകളുടെ ഇടയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് വലിയ കാട് കത്തിക്കുന്നു. വമ്പ് പറയുന്ന നാവുകൾ. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത്, ഈ നാവിന്റെ മേലുള്ള നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ കമ്മ്യൂണിക്കേഷന്റെ മേലുള്ള ഒരു നിയന്ത്രണം. ഹല്ലേലൂയ. വെറുതെ നടക്കുന്ന മനുഷ്യരാണെങ്കിലും ഒരു 2 സെൽഫോൺ എടുത്ത് 2 ചെവിയേരി ഒന്ന് വെക്കും ഇപ്പോൾ. കാരണം ഒരു കാര്യമില്ല, വെറുതെ ജീവിക്കുകയാണ്, വിശേഷിച്ചൊന്നും തന്നെ ചെയ്യാനില്ല. എന്നാലും ഞാനൊരു VIP ആണെന്ന് തോന്നുന്നു. ഈ അടുത്ത നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ എന്നോടൊരു പാസ്റ്റർ പറഞ്ഞു വെച്ചാൽ, ഈ രീതിയിലൊന്നും നടന്ന ഇവിടെ ഡിമാൻഡ് കിട്ടത്തില്ല, ബൈബിളിന്റെ മുകളിൽ നല്ല ഒന്നാമതൊരു ഒരു സെൽഫോൺ വെക്കണമെന്ന് പറഞ്ഞു. നടന്ന സംഭവം നിങ്ങളോട് പറയുന്നു. വെറുതെ വേദപുസ്തകം നമ്മളൊരു യോഗത്തിൽ നമ്മളൊരു VIP ആയിട്ട് ആരും കണക്കാക്കത്തില്ല. ബൈബിളിന്റെ മുകളിൽ നമുക്ക് അതിനേക്കാൾ വലിപ്പമുള്ള ഒരു സെൽഫോൺ, അല്ലെങ്കിൽ ഇപ്പൊ ആ രീതിയിലുള്ള വിവിധങ്ങളായ ഉപകരണങ്ങൾ ലഭ്യമാകും. എന്നാൽ ഇതുപോലെക്കാരൻ ഞാൻ പറയട്ടെ, ഇതിന് മുകളിൽ വെക്കാൻ കഴിയുന്ന ഒരു ഉപകരണങ്ങളുമില്ല. എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി എന്നെ മനുഷ്യനാക്കി തീർത്തത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഇതിന്റെ മുകളിൽ എനിക്ക് വേറൊന്നുമില്ല. ഇതാണ് എന്നെ ഒരു ശുശ്രൂഷക്കാരനാക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, വമ്പ് പറയുക. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമുക്കറിയാം, അന്ത്യകാലത്തിന്റെ ഒരു വലിയ ലക്ഷണമായി തന്നെ പറഞ്ഞിരിക്കുന്നതാണ് മനുഷ്യർ വമ്പ് പറയുന്നവർ. ഹല്ലേലൂയ. ഒരു പ്രസംഗകനെ ഒരു യോഗത്തിൽ വിളിക്കാനൊക്കത്തില്ല. വിളിച്ചാൽ അയാൾ യേശുക്രിസ്തുവിനെ ഉയർത്തത്തില്ല. ആദ്യത്തെ അരമണിക്കൂർ അയാളെ തന്നെ ഉയർത്തും. പിന്നെ അയാൾ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടോ ആ രാജ്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ പറയും. വന്ന ജനങ്ങൾ വെറും കൈയായി വീട്ടിൽ പോകേണ്ടി വരുമെന്ന വേദപുസ്തകം പറയുന്നത്. ഞാനത് സമയമുണ്ടെങ്കിൽ പിന്നാലെ പറയുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. വേദപുസ്തകം പറയുന്നത് പ്രസംഗകനെ ഉയർത്തുവാനല്ല, ഞാൻ ഉയർത്തപ്പെട്ടാൽ. ഹല്ലേലൂയ. ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങൾക്ക് ഉയർത്തുവാനുള്ള ആളുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഉയർത്തപ്പെട്ടാൽ സർവ്വരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞ നസ്രായനായ യേശുവാണ് നമ്മുടെ യോഗങ്ങളിൽ ഉയർത്തപ്പെടേണ്ടത്. അത് ശുശ്രൂഷ
സർവശക്തൻ പ്രത്യക്ഷനായി അല്ലെങ്കിൽ അവന്റെ വെളിപ്പാട് എനിക്ക് ലഭ്യമായി എന്നുള്ളതല്ലാതെ എനിക്കൊന്നും പറയുവാനില്ല എന്ന് പോകാൻ ഞാൻ നിങ്ങളോട് പറയട്ടെ. ജോൺ കെ മാത്യുവിന്റെ PhD അല്ല അയാളെ ശുശ്രൂഷക്കാരനാക്കുന്നത്. ജോൺ കെ മാത്യുവിന്റെ അപ്പനും വല്യപ്പനും പാസ്റ്റർമാരായിരുന്നു എന്നതല്ല അയാളെ ശുശ്രൂഷക്കാരനാക്കുന്നത്. നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോൾ ഹല്ലേലൂയ വിശ്വസ്തരും നേടി ഈ ശുശ്രൂഷ സർവശക്തൻ വരവേൽപ്പിച്ചല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹത്തെയും കരുതലിനെയും ഓർത്താൽ നമുക്ക് വെറുതെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ സാധ്യമല്ല. ദൈവം നമ്മെ കണ്ടു, സ്നേഹിച്ചു, തിരഞ്ഞെടുത്തു എന്നത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. ഹല്ലേലൂയ. അനന്തരം അദ്ദേഹം പറയുന്നത് I am worst. ഞാനാണ് ഈ പാപികളിൽ ഏറ്റവും ദോഷിയായിട്ടുള്ളവൻ. എന്റെ പാപത്തിന്റെ കാഠിന്യം കണക്കാക്കിയാൽ സർവശക്തൻ എന്നെ തിരഞ്ഞെടുക്കുവാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. ഹല്ലേലൂയ. എത്രത്തോളം താൻ ദൈവത്തോട് അടുക്കുന്നുവോ അത്രത്തോളം താൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ള ബോധ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നമ്മളിൽ കൂടെ കൃപ വ്യാപരിക്കുമ്പോൾ നമ്മൾ വലിയ VIP ആയി തീരുമാനമല്ല. ഞാൻ ദേവദാസന്മാരോട് സ്നേഹത്തോടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മൾ വന്നിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടം എല്ലാവരും സെലിബ്രിറ്റികളാകുവാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ്. എല്ലാവർക്കും ടിവിയിൽ പ്രസംഗിക്കണം, എല്ലാവർക്കും മിനിസ്ട്രി വേണം, എല്ലാവർക്കും VIP-കളായി തീരണം, എല്ലാവർക്കും മെഗാ ചർച്ചിന്റെ പാസ്റ്ററായി തീരണം. ഒന്നും ചെയ്യണ്ട. ദൈവം നിന്നെ ആക്കിയ സ്ഥാനത്ത് നീ വിശ്വസ്തയോടുകൂടെ നിൽക്കുന്നുവെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന് പറയുന്ന ഒരു സർവശക്തൻ നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ സമയം എന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയപ്പെടുകയാണ്. 12 ഭാഗങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. Glory to God. കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കാം. ഒത്തിരി പറയേണ്ട കാര്യമാണ്. പക്ഷെ എന്തിനാ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്തെല്ലാം വ്യാജങ്ങളാണ് ഇന്ന് പെന്തക്കോസ്തുകാർ എന്ന് പറയുന്നത് നമ്മുടെ മധ്യത്തിൽ തന്നെ ഓരോ ദിവസവും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം എക്സാജറേഷൻ ആണ്. ചില ആളുകളൊക്കെ ജീവിക്കുന്നത് തന്നെ പത്രങ്ങളിൽ കൂടെയാണ്. കാരണം അവരൊന്നും ചെയ്തില്ലെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കും. അവർ പ്രസംഗിച്ചപ്പോ പന്തലിൽ തീയിറങ്ങി. ഹല്ലേലൂയ. എന്തെല്ലാം കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ആഫ്റ്റർ ഓൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നത്? ഇതിന്റെ എല്ലാം ഫലമായി നമ്മൾ താരങ്ങളായി തീരുവാനല്ല, അതിനേക്കാൾ എല്ലാം ഉപരി ഒരു പാപി മാനസാന്തരപ്പെടുക, ഒരു പിന്മാറ്റക്കാരൻ മുമ്പോട്ട് വരുക, ജീവിതത്തിൽ നിരാശയിലിരിക്കുന്ന ഒരു മനുഷ്യൻ അതിനോട് വിട പറഞ്ഞ് പ്രത്യാശയുള്ളവരായി തീരാൻ അതിനായി യേശു നമ്മളെ കർത്താവ് കാണിച്ച മാതൃക സെലിബ്രിറ്റി മാതൃകയായിരുന്നില്ല. യേശുവിന്റെ ചുറ്റുപാടും ആർക്ക് വേണമെങ്കിലും വരാമായിരുന്നു. ആർക്ക് വേണമെങ്കിലും തന്നോട് തന്റെ സാധാരണ സങ്കടങ്ങൾ ഭിക്ഷക്കാര് മുതൽ മുകളിലോട്ടോ താഴോട്ടോ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും അപ്രോച്ച് ചെയ്യുവാൻ കഴിയുന്നവനായിരുന്നു നസ്രായനായ യേശുവെങ്കിൽ അവന്റെ ശുശ്രൂഷക്കാർക്ക് അതിനേക്കാൾ കൂടിയത് എന്താണ് അവകാശപ്പെടുവാനുള്ളത്? നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുവാനിടയാകണം. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമുക്ക് അറിവുള്ളതാണ്. അവിടെ യെശയ്യാവിന്റെ നിലവിളി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പൊ യെശയ്യാവ് നിലവിളിക്കുന്നത് എന്തോ? അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യന്റെ നടുവിലാണ് ഞാൻ പാർക്കുന്നത്. പക്ഷെ എന്റെ ജോലി എന്തുവാ? ഞാൻ പ്രവാചകനാണ്, ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ നാവ് എങ്ങനെയുള്ളതാ? ശുദ്ധിയില്ലാത്തതാണ്. ശുദ്ധിയില്ലാത്ത നാവുണ്ടെങ്കിലും ചിലപ്പോൾ സുന്ദരമായിട്ട് പ്രസംഗിക്കാനും പ്രവചിക്കാനും ഒക്കെ കഴിഞ്ഞെന്നിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നിർഭാഗ്യം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ വേദനാജനകം എന്ന് പറയട്ടെ, പ്രസംഗിച്ചവരും പ്രവചിച്ചവരും പലരും അക്കരെ കാണണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും പ്രധാനം നീ എത്ര വലിയ പ്രസംഗം നടത്തിയെന്നല്ല, ഏറ്റവും പ്രധാനം നിന്റെ പ്രവചനം എത്രത്തോളം ഒത്തുവന്നു എന്നുള്ളതല്ല. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം വിശുദ്ധ പൗലോസ് ജീവിത സായാഹ്നത്തിൽ പറഞ്ഞ കാര്യം പറയുവാൻ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ ദൈവദാസന്മാർക്കും കഴിയണം. ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇന്ന് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും തന്നെ ഹല്ലേലൂയ. ഇന്ന്
എടുത്ത് അല്ലെങ്കിൽ ഒരു തീ കഷണം എടുത്ത് കൊണ്ടുവന്ന് ഈ പ്രവാചകന്റെ നാവിന്മേൽ തൊട്ടു കഴിഞ്ഞപ്പോൾ അയാൾ ശുദ്ധിയുള്ള മനുഷ്യനായി തീർന്നു. അന്നേരം അയാൾക്ക് ലഭ്യമായത് പുതിയൊരു കാഴ്ചപ്പാടാ. ആ കാഴ്ചപ്പാടിന്റേതാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളോടുകൂടെയാണ് ഇത്രയും നാളെ നീണ്ടു നിന്ന് പ്രവചിച്ചത്. എന്ന് മകൾക്കാണ് ആ ആക്ഷൻ നമ്മുടെ പേര് വീരത്തെ. നാം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, നാം മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നവരാണ്, നാം മറ്റുള്ളവരെ ആരാധിക്കുന്നവരാണ്. രാവിലെ സമയം ആ ആരാധനയും ആ ദൈവ സ്നേഹവും ആ പരിശുദ്ധാത്മാവിന്റെ ആജ്ഞയും നമ്മുടെ പേരൊന്ന് പതിക്കുന്ന ഒരു പ്രഭാതമായി തീരട്ടെ. Glory to God. Hallelujah. നമ്മുടെ നാവ് ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. യോഹന്നാനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അദ്ദേഹം നീതിയും വിശുദ്ധിയുമുള്ള ഒരു ദൈവഭൃത്യനായിരുന്നത് കൊണ്ട് ലോകം അദ്ദേഹത്തെ ഭയപ്പെട്ടു. മൂന്നാമത് നമ്മൾ സദൃശവാക്യങ്ങൾ വായിച്ചത്, അനീതി ചെയ്യാനായിട്ട് ഓടി ബന്ധപ്പെടുന്ന കയ്യ്. ഹല്ലേലൂയ. ഈ കയ്യെന്ന് പറയുമ്പോൾ നമ്മുടെ കൈയുടെ പ്രവൃത്തി മാത്രമല്ല അതെന്ന് നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ വളരെ അനായാസമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, അബ്ശാലോം ദാവീദുമായി അസ്വസ്ഥതയുണ്ടായി, അല്ലെങ്കിൽ തന്റെ സഹോദരനെ കൊന്നതിന് ശേഷം രാജാവിന്റെ മുഖം കാണുവാൻ ഭയപ്പെട്ട്, യെരൂശലേമിൽ പാർക്കുവാൻ ഭയപ്പെട്ട് ദൂരെ ഒരു സ്ഥലത്ത് പോയി പാർത്ത സമയത്ത് രാജാവിന്റെ ഹൃദയം അബ്ശാലോമിനോട് ചേർന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ് അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ രാജാവിനെ വ്യക്തപ്പെടുത്തേണ്ടതിനായിട്ട് തെക്കോവക്കാരിയായ ഒരു സ്ത്രീയെ ദാവീദിന്റെ അടുക്കൽ പറഞ്ഞയച്ചു, യോവാബ്. അവര് ഒരു അലിഗോറിക്കലായിട്ട് ഈ നാഥാൻ പ്രവാചകൻ എങ്ങനെ ദാവീദിനെ തന്റെ തെറ്റുകൾ ബോധ്യപ്പെടുത്തിയോ അതുപോലെ ഒരു കഥയൊക്കെ പറഞ്ഞ് ദാവീദിന്റെ ശ്രദ്ധ ഇതിലേക്ക് തിരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പരിചയസമ്പന്നനായ ദാവീദ് ഈ സ്ത്രീയോട് ചോദിച്ചു, നിന്നെ ഇപ്പൊ പറഞ്ഞു വിട്ടതിന്റെ എല്ലാം പിന്നിൽ യോവാബിന്റെ കൈകളില്ലേ? യോവാബ്. ഹല്ലേലൂയ. അപ്പൊ കയ്യേടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ കയ്യേടെ പ്രവൃത്തി മാത്രമല്ല, ബ്രെയിനിന്റെ പ്രവൃത്തി കൂടാണ്. ഹല്ലേലൂയ. നമ്മുടെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഹൃദയം. നമുക്കറിയാം, മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒന്നുമല്ല, അവന്റെ അകത്തു നിന്ന് വെളിയിലേക്ക് എന്തു വരുന്നുവോ അതാണ് അവനെ ശുദ്ധനും അശുദ്ധനുമാക്കി തീർക്കുന്നത് എന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞുവെങ്കിൽ, മനുഷ്യന്റെ ഹൃദയത്തെക്കാൾ നിഗൂഢമായി, മനുഷ്യ ഹൃദയത്തെക്കാൾ നിഗൂഢമായി ലോകത്തിൽ മറ്റൊന്നുമില്ല. രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. വേദപുസ്തകത്തിൽ നിന്നൊരു ഉദാഹരണം പറയാം, ലോകപ്രകാരമുള്ള ഒരു ഉദാഹരണവും പറയാം. ലോകപ്രകാരമുള്ള ഒരു ഉദാഹരണം ഇതാണ്. ഒരുപക്ഷെ നിങ്ങൾ പത്രം വായിക്കുന്നവരുടെ TV ഒക്കെ വാച്ച് ചെയ്തിട്ടുള്ളവർ ഇതൊരു 4-5 വർഷം മുമ്പ് എറണാകുളത്തിനടുത്ത് നടന്ന ഒരു കാര്യമാണിത്. എറണാകുളം. ഇതാണ് സംഭവം. എറണാകുളത്തിന്റെ ഏതോ ഒരു പ്രാന്ത പ്രദേശത്തുള്ള ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു യൗവനക്കാരൻ ആയുർവേദ മെഡിക്കൽ ഡോക്ടറായി തീർന്നു. ആയുർവേദ ഡോക്ടറായി തീർന്നു. വളരെ സാമ്പത്തികമായി ഞെരുക്കമുള്ള ഒരു ഭവനത്തിൽ നിന്ന് പഠിച്ചുയർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് ഒരു ആയുർവേദ ഡോക്ടറാണ്. ആ ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളെയും അവൻ സൗജന്യമായി ചികിത്സിക്കും. വളരെ തങ്കപ്പെട്ട സ്വഭാവം എന്ന് നമ്മൾ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് അതിനെ കുറിച്ച് പത്രത്തിൽ വായിച്ചത്. ഒരു ദിവസം സന്ധ്യാസമയത്ത് അയാളുടെ വീട്ടിലേക്ക് തൊട്ടടുത്തൊന്നല്ല, കുറച്ച് ദൂരെ ഒരു സ്ഥലത്തു നിന്ന് ഒരു മനുഷ്യൻ വളരെ ഓടി കതച്ച് ഇയാളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അയാളുടെ ഭാര്യയ്ക്ക് എന്തോ ഒരു ശാരീരികമായ ആസ്വാസ്ഥ്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി മരുന്ന് ആവശ്യപ്പെട്ടു. ഈ വൈദ്യൻ ആ സ്ത്രീക്ക് ആവശ്യമായ മരുന്ന് കൊടുത്തു വിട്ടു. ഈ മനുഷ്യൻ സന്ധ്യയ്ക്ക് വരുന്നു. അയാള് ഈ ഡോക്ടറിൽ നിന്ന്, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് അയാളുടെ വീട്ടിൽ പോകുന്നു. പിന്നീട് നടന്ന സംഭവം ഇതാണ്. മരുന്ന് കഴിച്ച ആ സ്ത്രീ അന്ന് ആ മരുന്ന് കഴിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മരിച്ചു. മരിക്കുന്നതിന് അല്പസമയം മുമ്പേ ഇയാൾ ഈ സ്ത്രീയെ, അവരുടെ ഭർത്താവ് ഈ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നടത്തൊരു വൈദ്യനെ പോയി കണ്ടു, അസുഖമാണെന്ന് പറഞ്ഞു. അദ്ദേഹം തന്ന ഒരു ഔഷധം കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഇവിടെ മോഹാനിച്ചപ്പെട്ട് വീണു, ആളിങ്ങനെയാ പോയതെന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ മരുന്ന് കഴിച്ചതുകൊണ്ടുണ്ടായതാണ്, അതിൽ കൂടിയ ഒരു കാര്യമുണ്ട്. രണ്ടാമത് ഇത് സംബന്ധിച്ച് വളരെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി പോലീസ്. നടത്താനുണ്ടായ സാഹചര്യം ഉണ്ടായി. രാത്രിയിൽ തന്നെ പോലീസിന്റെ
ഈ മനുഷ്യനുമായിട്ട് രാത്രിയിൽ ഈ ഡോക്ടറെ എടുക്കൽ വന്നു. ഈ ആയുർവേദ വൈദ്യൻ ഡോക്ടറുടെ എടുക്കൽ വന്നു. ഡോക്ടറെ എടുക്കാൻ നിങ്ങൾ ഇന്നപോലെ ഈ ആൾ നിങ്ങളുടെ അടുക്കൽ വന്നു, ഈ ഔഷധം നിങ്ങൾ കൊടുത്തതാണോ? അതെ, ഞാൻ കൊടുത്തതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞ ഉടനെ ആ സ്ത്രീ മരിച്ചല്ലോ, ഇതിൻ്റെ അകത്ത് എന്താ നിങ്ങൾ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു. ഞാൻ ആ മരുന്ന് കൊടുത്തത്, ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ വൈദ്യൻ നിരപരാധിയായ മനുഷ്യൻ വാങ്ങിച്ച ആ മരുന്ന് കഴിച്ചു. അയാൾ അന്നേരം മോഹാനിസപ്പെട്ട് താഴെ വീണു. എന്റെ അറിവിൽ ഇന്ന് വരെ അയാള് പിന്നെ മരിച്ച് ഒരു നിർജീവമായിട്ട് മരിച്ച അയാളുടെ ശരീരം ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയതായിട്ട് അറിയത്തില്ല. മരണപ്പെട്ട ഒരു ഡെഡ് ബോഡി പോലെ അയാളുടെ വീട്ടിൽ തന്നെ കിടക്കുക. നടന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, മരുന്ന് വാങ്ങിക്കാനായിട്ട് വന്ന ഈ മനുഷ്യൻ ഇത് കൊണ്ടുപോകുന്ന വഴി ഭാര്യയെ മനഃപൂർവ്വം കൊല്ലാൻ അതിൻ്റെ അകത്ത് വിഷം കലർത്തി. വൈദ്യൻ കൊടുത്ത ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള മരുന്നാണ് അല്ലെങ്കിൽ ഔഷധമാണ് എന്ന് തോന്നത്തക്കവണ്ണം അയാളുടെ ഭാര്യയ്ക്ക് അയാൾ കൊടുത്ത ഈ മരുന്നിന്റെ അകത്ത് അയാൾ വിഷം കലർത്തിയിരുന്നു. ഈ പാവപ്പെട്ട ആയുർവേദ ഡോക്ടർ അറിഞ്ഞില്ല. കാരണം അപ്പൊ ഇത് മുഴുവൻ ഇയാളുടെ മനസ്സിൽ അയാൾ നിരൂപിച്ച് സങ്കല്പിച്ച് മരണം സംഭവിച്ചാൽ ഇയാളുടെ തലയിൽ ഇരുന്നോളും എന്നുള്ള നിലയിൽ പോയി ചെയ്ത കാര്യമാണ്. പക്ഷെങ്കിൽ പോലീസുകാരത് തെളിയിക്കുവാനിടയായിരുന്നു. ഇപ്പൊ ലോകത്തെ ഏത് മനുഷ്യനും എത്രയധികം വേഷം കെട്ട് കാണിച്ചാലും അവന്റെ മനസ്സ് നിഗൂഢമാണ്. എന്താണ് അവന്റെ മനസ്സിൽ കൂടെ പോകുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. ഒരുപക്ഷെ ഇന്ന് ലോകം പോകുന്നത് പോലെ പോയാൽ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ കൂടെ മനുഷ്യൻ വികസിപ്പിച്ചെടുത്തെന്ന് വരാം, വികസിപ്പിച്ചെടുക്കാതിരിക്കട്ടെ, എടുത്തു എന്ന് വരാം. പക്ഷെങ്കിൽ മനുഷ്യന്റെ മനസ്സ് ഏറ്റവും നിഗൂഢമാണ്. ഇനി വേദപുസ്തകത്തിൽ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയ ആളാണ് ദാവീദ്. ദാവീദ് ഊരിയാവിനോട് ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. ദാവീദ് യോവാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, യുദ്ധത്തിൽ ഊരിയാവ് പട്ടുപോയെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? യുദ്ധം ഏറ്റവും കഠിനമാകുമ്പോൾ അവൻ മരിക്കും എന്നുറപ്പുള്ള സ്ഥാനത്ത് ഏറ്റവും ശക്തനായ യോദ്ധാവ് എതിരാളികളുടെ മുമ്പിൽ എവിടെയാണോ അവന്റെ അടുക്കൽ തന്നെ ഊരിയാവിനെ നിർത്തണം. പക്ഷെ ആ കടുങ്കൈ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഈ കത്ത് കൊടുത്തു വിട്ടത് ഊരിയാവിന്റെ കയ്യിൽ തന്നെ. അവനോട് പറഞ്ഞു, മോനെ, ഈ കത്ത് എങ്ങും തൊടാതെ യോവാബിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണം. യോവാബ് തുറന്നു വായിച്ചപ്പോൾ ഇവനെ കൊല്ലാനുള്ള മരണത്തിന്റെ കത്താണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആരാ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. രാവിലെ സമയം സർവ്വതും നഗ്നതും മലർന്നതുമായിരിക്കുന്ന ദൈവസന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും വന്നിട്ടുള്ളത്. ഹൃദയങ്ങളെയും അന്തര്യന്തരങ്ങളെയും ശോധന ചെയ്യുന്ന സർവശക്തന്റെ മുമ്പിലാണ് ഇന്ന് രാവിലെ സമയം നമ്മൾ വന്നിരിക്കുന്നത്. ഹൃദയത്തിന്റെ നിർമ്മലത, ഹൃദയത്തെക്കാൾ കാപട്യമുള്ളതൊന്നുമില്ല. യോഹന്നാനെ സമൂഹം ഭയപ്പെട്ടു. എന്തുകൊണ്ടാണ്? നീതിയും വിശുദ്ധിയുമുള്ള മനുഷ്യനായിരുന്നത് കൊണ്ട്. ലോകത്തെക്കാൾ അവൻ വിലമതിപ്പുള്ളവനായിരുന്നു. എന്തുകൊണ്ട്? 110 സംവത്സരം ജീവിച്ചിരുന്നത് കൊണ്ടല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷക്കാരനാണെന്നുള്ള പരസ്യം ലഭ്യമായതുകൊണ്ടല്ല, നീതിയും വിശുദ്ധിയുമുള്ള ദൈവഭൃത്യനായിരുന്നു. രാവിലെ സമയം ദൈവം നമ്മെ ആക്കിയ സ്ഥാനത്ത് നമ്മളെല്ലാം മനുഷ്യരാണ്. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കി തന്നെ ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ നീതിയും വിശുദ്ധിയും ഉള്ളവരായി നമ്മുടെ അവയവങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നവരായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ സർവശക്തൻ നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നോക്കൂ, നമ്മുടെ അവയവങ്ങളെല്ലാം ദൈവത്തിന് ഹിതകരമായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അവയവങ്ങളായി നമ്മൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരാളായിരുന്നത് കൊണ്ട് യോഹന്നാനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അന്ധകാരത്തെ വിളിച്ചു വരുത്തുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, വില്യം ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമയുണ്ട്. അതിന്റെ പേര് മക്ബത്ത് എന്നാണ്. മക്ബത്ത്. ആ ഡ്രാമ അതിന്റെ കഥ വളരെ
എന്നിട്ട് നീ ഇംഗ്ലണ്ടിന്റെ രാജാവാണ്. അയാൾക്ക് പോകാൻ വൈമനസ്യമായിരുന്നു. തന്റെ രാജാവിനെ കൊല്ലുവാൻ മക്ബത്ത് വളരെയേറെ ഭാരപ്പെട്ടു. ആ ഡ്രാമയിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവസാനം നീ ഇയാളെ കൊന്നെങ്കിലേ ഒക്കൂ എന്ന് പറഞ്ഞ് മക്ബത്തിനെ തള്ളി ഈ സ്ത്രീ ആ മുറിയിലേക്ക് വിട്ടു. ആ സമയത്ത് മക്ബത്ത് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, അതാണ് പറയുവാൻ ഞാൻ ആഗ്രഹിച്ചത്. അതിതാണ്, അന്ധകാരം ഇപ്പോഴത്തേനേക്കാൾ ശക്തിയായി വരട്ടെ, അന്ധകാരം ഇപ്പോഴത്തേനേക്കാൾ ശക്തിയായി വരട്ടെ, അന്ധകാരം ഇപ്പോഴത്തേനേക്കാൾ ശക്തിയായി വരട്ടെ, എങ്കിൽ മാത്രമേ എനിക്ക് കൊല ചെയ്യുവാൻ കഴിയൂ. നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ലോകം അന്ധകാരത്തെ വിളിച്ചു വരുത്തുന്ന ലോകമാണ്. ലോകത്തിൽ എവിടേക്ക് നോക്കിയാലും അന്ധകാരം മാത്രം കൊടികുത്തി വാഴുമ്പോൾ പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവർത്തി ചെയ്യുന്നവരാകുവാൻ. അങ്ങനെയാണ് യോഹന്നാൻ. ഒരു ചെറിയ ജീവിതമാണ് തന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തിരുവെഴുത്ത് ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, യോഹന്നാൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. ഹല്ലേലൂയ! നമ്മെ ഓരോരുത്തരെയും സർവശക്തരാക്കിയിരിക്കുന്നത്, അതൊരു ചെറിയ പട്ടണമാകട്ടെ, അതൊരു വലിയ പട്ടണമാകട്ടെ, അതൊരു ചെറിയ സഭയാകട്ടെ, അതൊരു വലിയ സഭയാകട്ടെ, അവിടെ ഒരുപക്ഷെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് റോളിലല്ല നമ്മളൊന്നിരിക്കട്ടെ. സർവശക്തൻ നിന്നെ അവിടെ ആക്കിയിരിക്കുന്നത് നീ അവിടെ ഒരു വിളക്കായി പ്രകാശിക്കുവാനാണ്. വലുതായാലും ചെറുതായാലും ഒരു മെഴുകുതിരിയുടെ വെട്ടം മാത്രമേ നമുക്ക് നൽകുവാൻ കഴിയുന്നുള്ളെങ്കിലും സർവശക്തന് വേണ്ടി നമ്മൾ പ്രകാശിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെ പ്രകാശിക്കണമെങ്കിൽ തനിക്ക് ലഭ്യമാകാമായിരുന്ന പലതും യോഹന്നാൻ ത്യജിച്ചു എന്ന് നമുക്കറിയാം. യോഹന്നാന്റെ ജീവിതത്തിൽ നമുക്കറിയാവുന്നവരാണ്. അവന് അരയിൽ തോർവാറ് ചുറ്റി വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിലും വനാന്തരങ്ങളിലും ഒക്കെ വിളിച്ചു പറഞ്ഞ് പ്രസംഗം മാത്രം തൊഴിലാക്കിയ ഒരാളായിരുന്നു യോഹന്നാൻ എന്ന് നമുക്കറിയാം. അപ്പൊ യോഹന്നാൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായി എന്ന് പറഞ്ഞാൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനുവേണ്ടി താൻ ത്യജിച്ച ചില പഴയ കുപ്പായങ്ങളുണ്ട്. ഹല്ലേലൂയ! എപ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടേത് ത്യജിക്കാൻ മനസ്സുള്ളവരാകുന്നുവോ, എപ്പോൾ നമുക്ക് അവകാശപ്പെട്ടത് എന്ന് നമുക്ക് ബോധ്യമുള്ളത് ദൈവത്തിന് വേണ്ടി ത്യജിക്കുവാൻ കഴിയുമോ, എന്നിട്ട് എപ്പോൾ നമ്മൾ ഏറ്റവും ലളിതമായതൊന്ന് തിരഞ്ഞെടുക്കുവാൻ മനസ്സുള്ളവരായി തീരുന്നുവോ, അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിവാകുന്നത്. നമ്മുടെ വ്യക്തിപ്രഭാവത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും സാധിച്ചെടുക്കാം എന്നുള്ളത് നമ്മുടെ ഒരു വ്യാമോഹം മാത്രമാണ്. പൗലോസ് പണ്ഡിതനായിരുന്നു. പൗലോസിനെ ദൈവം അതുപോലെ ഉപയോഗിച്ചു. ജ്ഞാനികളുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ അത്രത്തോളം പണ്ഡിതനല്ല, അല്ലെങ്കിൽ പാമരനായിരുന്നു പത്രോസ് എന്നതുകൊണ്ട് സർവശക്തൻ അവനെ ഉപയോഗിക്കാതിരുന്നില്ല. അതിനേക്കാൾ ശ്രേഷ്ഠമായി ഉപയോഗിക്കുവാൻ കഴിയുമെങ്കിൽ ഏത് ചെറിയതിനെയും ഉപയോഗിക്കുവാൻ കഴിയുന്നവരാണ് സർവശക്തൻ. നമ്മുടെ എളിമയിൽ നമ്മെ ഉപയോഗിക്കുവാൻ കഴിയുന്നവൻ, നമ്മുടെ ബലഹീനതകളെ അനുകൂലമാക്കി നമ്മെ ഉപയോഗിക്കുവാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ! നമ്മൾ അശക്തരായി തീരുമ്പോൾ നമ്മെ ശക്തരാക്കുവാൻ കഴിയുന്ന സർവശക്തന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോഴാണ് നമുക്ക് ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കുകളായി തീരുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ടൈറ്റിലല്ല നമുക്ക് ശുശ്രൂഷ തരുന്നത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. ഇന്ന് പലർക്കും ശുശ്രൂഷക്കാരാകണമെങ്കിൽ അവർക്കൊരു ടൈറ്റിൽ അത്യന്താപേക്ഷിതമാണ്. അത് എത്ര രൂപ വേണമെങ്കിലും കൊടുക്കും, ആരുമായിട്ട് വേണമെങ്കിലും കൂട്ടുകെട്ടും, ഏത് രാഷ്ട്രീയം വേണമെങ്കിലും കളിക്കും. ടൈറ്റിൽ ഇല്ലെങ്കിൽ ശുശ്രൂഷയില്ല. ടൈറ്റിലല്ല ശുശ്രൂഷ. എനിക്ക് ദൈവം തന്ന സന്ദേശം നിങ്ങളോടൊപ്പം പങ്കുവെക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വാസ്തവത്തിൽ സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഇന്ന് നമ്മുടെ ഇടയിൽ നേതൃത്വത്തെ കുറിച്ചൊക്കെ വളരെ തെറ്റായ സങ്കല്പങ്ങളാണ് ഉള്ളത്. 50 വയസ്സ് വരെ ഇഷ്ടമുള്ള ഒരു തൊഴിൽ ചെയ്ത് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിച്ച് 55-ാമത്തെ വയസ്സിൽ ഇന്ത്യയിലോട്ട് ചെന്ന് കുറച്ച് കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാക്കി കാശ് വാരി എറിഞ്ഞ് ഒരു ടൈറ്റിൽ വാങ്ങിക്കുന്ന നല്ല ശുശ്രൂഷ. ടൈറ്റിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ശുശ്രൂഷ കിട്ടിയെന്നിരിക്കും. ടൈറ്റിൽ നല്ല ശുശ്രൂഷ നിൽക്കുമ്പോൾ സർവശക്തന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ച് നിന്നെ തന്നെ വിടക്കം
ഇത് പ്രസംഗിക്കുന്നവൻ ഇതുകൊണ്ട് ജീവിച്ചോണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വേദി കിട്ടാൻ ഞാൻ തന്നെ പൈസ കൊടുത്ത് പ്രസംഗിക്കുന്ന പരിപാടി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. വേദപുസ്തക വിരുദ്ധമായിട്ടുള്ളതല്ല. യേശുവിന്റെ ജയമെടുക്കുക. നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പോകട്ടെ, നമ്മുടെ സഭകളിൽ നിന്ന് പോകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും അന്ത്യകാലത്ത് വിശ്വസ്തയോടുകൂടെ ചെയ്യുന്ന, ചെറിയ തോതിലാണെങ്കിലും ദൈവത്തിന് വിശ്വസിക്കുവാൻ കഴിയുന്ന മനുഷ്യർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഞാനങ്ങ് കുറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് യേശു എന്നിൽ വളരണം. ആരൊക്കെ എന്നെ കണ്ടാലും അവരിപ്പോ കാണുന്നത് ആരെയാണ്? യേശുവിനെ കാണണം. അതിന് തക്കവണ്ണമുള്ള ശൈലി, അതിന് തക്കവണ്ണമുള്ള വാക്ക്, അതിന് തക്കവണ്ണമുള്ള ജീവിത ശൈലി, അതിന് തക്കവണ്ണമുള്ള പെരുമാറ്റ രീതി, ഇതൊക്കെയാണ് സർവശക്തൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. യേശു എന്നിൽ വളരണം. ഈ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയപ്പോൾ സമൂഹം അദ്ദേഹത്തോട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു മറുപടിയാണ്. അത് 3-ാം അധ്യായം 23-ാം വാക്യത്തിലുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: ഞാൻ മരുഭൂമിയെ വിളിച്ചു പറയുന്ന ഒരു വെറും ശബ്ദം. എന്ന് പറഞ്ഞാല് കാണാനൊന്നുമില്ല. There is nothing to see. ഒന്നും കാണാനില്ല, പക്ഷെ എന്റെ ശബ്ദം. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ശബ്ദം അവര് മരിച്ചു കഴിഞ്ഞാലും മുഴങ്ങുന്ന ശബ്ദം. ഹാബേൽ നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? അവൻ കയ്യിനെ കൊന്ന് മിടുക്കനാണെന്ന് വരുത്തിയത് കൊണ്ടല്ല, അവൻ മരണത്തിന് വിധേയപ്പെട്ടെങ്കിലും അവന്റെ രക്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, നീ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനാണെങ്കിൽ തലമുറകൾ നിന്നെ വാഴ്ത്തുന്ന ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. നമ്മുടെ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്തോ കാണാനോ മരുഭൂമിയിലേക്ക് പോയത്? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെ കാണാനോ? മാർദ്ദവ വസ്ത്രമൊക്കെ ധരിച്ച ആ മനുഷ്യരൊക്കെ കൊട്ടാരങ്ങളിലാണ്. ആരെ കാണാനോ നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? മരുഭൂമിയിൽ ഒന്നും കാണാനില്ല, മരുഭൂമിയിൽ കേൾക്കാനേ ഉള്ളൂ. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയാം: ദൈവത്തിന്റെ വിളി കാഴ്ചയല്ല, കേൾവിയാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കാഴ്ചയാലല്ലത്, വിശ്വാസത്താലാണ്. ഇന്ന് പോൽക്കാലം നിന്റെ മുമ്പിൽ ഒന്നും കാണാനില്ലെങ്കിലും ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ എന്നെ കാക്കുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. നിനക്ക് ആ ശബ്ദം മാത്രം മതി. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ശബ്ദം, അവന്റെ ആടുകൾ അവന്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. എന്ന് രാവിലെ സമയം ആ വലിയ ഇടയന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുവാൻ, അവന്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തിയെടുക്കട്ടെ. ഹല്ലേലൂയ. കാണാനും കേൾക്കാനും ഒന്നും ഇവിടെ ഒന്നുമില്ല. കാണാനൊന്നുമില്ല ഇവിടെ, കേൾക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് ശുശ്രൂഷകന്മാരുടെ അനവധി യോഗ്യതകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിച്ച് മറ്റൊരു ഭാഗത്തേക്കൂടെ ഒന്ന് പ്രവേശിച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 21-ാം നൂറ്റാണ്ടിന്റെ നമ്മൾ വന്നിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ ആ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാ രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ഓവർ പോപ്പുലേഷൻ, ഇതൊക്കെയായിരുന്നു മനുഷ്യരുടെ പ്രശ്നങ്ങൾ. ഇന്നുള്ളത് ഇതിപ്പോ അർബനൈസേഷൻ ഒരു വലിയ പ്രോബ്ലമാണ്. നമ്മുടെ സമൂഹത്തിന്റെ, ലോകത്തിന്റെ മുഴുവൻ ഒരു വലിയ പ്രശ്നമാണ്. ഇന്നും പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് യഥാർത്ഥത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം വിശ്വസിക്കാൻ കൊള്ളാവുന്ന നേതൃത്വമില്ല എന്നുള്ളതാണ്. അത് ക്രിസ്തീയ ലോകത്തിൽ മാത്രമല്ല, സെക്കുലർ ലോകത്തിൽ എവിടേക്ക് നമ്മൾ നോക്കിയാലും നമുക്കാർക്കും ഹൃദയത്തിൽ മതിപ്പുളവാക്കുന്ന ഒരു നേതൃത്വമില്ല. നേതൃത്വ ശൂന്യത അല്ലെങ്കിൽ നേതൃത്വ രാഹിത്യം നമ്മൾ ലോകം മുഴുവൻ കാണുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിലെ കാര്യം നമ്മൾ പറഞ്ഞ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ നെഹ്റു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അവർക്കൊരു സ്വീകാര്യതയുണ്ട്. അമേരിക്കയിലെ കാര്യങ്ങൾ എടുത്താൽ തന്നെ ഇപ്പം ജോർജ് വാഷിംഗ്ടൺ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ എബ്രഹാം ലിങ്കൺ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്വീകാര്യതയുള്ള നേതൃത്വം. അതുപോലെ ക്രിസ്തീയ ലോകത്തിൽ
വിശ്വസിക്കാൻ കഴിയുന്ന, നമുക്ക് സ്വീകാര്യമായിട്ടുള്ളവർ. എന്നാൽ നിർഭാഗ്യവശാൽ എല്ലാ മേഖലകളിലും നേതൃത്വം നഷ്ടപ്പെട്ടിരിക്കുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്ന നേതൃത്വം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. നേതൃത്വം എന്ന് ഞാൻ പറയുമ്പോൾ 4-5 കാര്യങ്ങൾ എടുത്തു പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. 1, അവർക്ക് ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. 2, ഇൻസൈറ്റ്, ഉൾക്കാഴ്ചയുള്ളവരായിരിക്കണം. 3, ഇന്റലിജൻസ്, ബുദ്ധിയുള്ളവരായിരിക്കണം. മാത്രമല്ല ക്വാളിറ്റി ആൻഡ് ക്യാരക്ടർ. ഇതുള്ള ഒരു നേതൃത്വം ഈ കാലഘട്ടത്തിൽ ഇല്ല എന്നത് വളരെ വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ്. അത് പറയുമ്പോൾ ലീഡർഷിപ്പിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ അതിനോട് ചേർത്ത് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ലീഡർഷിപ്പ് ഈസ് ഇൻഫ്ലുവൻസ്, ഇറ്റ് ഈസ് നോട്ട് ടൈറ്റിൽ. നമുക്ക് എത്രത്തോളം മനുഷ്യരെ പോസിറ്റീവായി അവരെ നന്മയുണ്ടാക്കുവാൻ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമോ, അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ഈസ് ഇൻഫ്ലുവൻസ്. ഇറ്റ് ഈസ് എ മാനർ ഓഫ് എബിലിറ്റി, നോട്ട് പൊസിഷൻ. ഏതെങ്കിലും ഒരു സ്ഥാനമല്ല നേതൃത്വം എന്ന് പറയുന്നത്. അത് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ആ സർഗവാസന, അതിൽ കൂടെ നമുക്ക് മറ്റുള്ളവരെ എത്രത്തോളം സ്വാധീനിക്കുവാൻ കഴിയും, അതാണ് നേതൃത്വം എന്ന് പറയുന്നത്. ഓർ ലീഡർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ടു ഫോളോ. ആളുകൾ നമ്മെ പിൻപറ്റത്തക്കവണ്ണം അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ്, അതാണ് ലീഡർഷിപ്പ്. അതുകൊണ്ടാണ് ഒരിക്കലും ഒരാൾ പറഞ്ഞത്, somebody said today's leaders don't have followers, they only have chasers. അവരെ അനുഗമിക്കാൻ അവർ കാര്യമില്ല, അവരെ കിട്ടിയാൽ പിടിക്കാനായിട്ട് അവരുടെ പിന്നാലെ ഓടുന്ന ആളുകൾ മാത്രമാണ് ഈ കാലഘട്ടത്തിലുള്ളത് എന്ന് ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞതിനെ കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നു. അപ്പോൾ എ ലീഡർ ഈസ് എ ഡീലർ ഇൻ ഹോപ്പ്. മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുവാൻ കഴിയണം, അവരുടെ ഹൃദയത്തിൽ നന്മ വളർത്തിയെടുക്കുവാൻ കഴിയണം. ആ ക്വാളിറ്റിയുള്ള ആളുകളെയാണ് നമുക്ക് ലീഡേഴ്സ് എന്ന് പറയാൻ കഴിയുന്നത്. 1-2 കാര്യങ്ങൾ കൂടെ അതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ജോൺ മക്കാർത്തർ ഈ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അത്യന്താപേക്ഷിതമായി പറയുവാൻ എനിക്ക് പ്രേരണയുള്ള ഒരു കാര്യമാണ്. ജോൺ മക്കാർത്തർ എന്നു പേരുള്ള ആ ദേവദാസൻ എഴുതിയ പല പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം ലീഡർഷിപ്പിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് പൗലോസിന്റെ ജീവിതത്തിലെ 21 ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ചേർത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം. അതിതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന വളരെ പ്രയോജനപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു. All leaders are at best clay pots. All leaders are at best clay pots എന്ന് പറഞ്ഞാൽ ഏത് ലീഡറും അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിൽ അല്ലെങ്കിൽ ആ ഔന്നത്യത്തിൽ അവരായിരിക്കുമ്പോഴും എല്ലാവരും വെറും മൺപാത്രങ്ങൾ മാത്രമാണ്. മൺപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ, മൺപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ വീരാരാധന വളരെയുള്ള ഒരു പ്രകൃതം പെന്തക്കോസ്തുകാരൻ. ഒരാൾ നല്ലൊരു പ്രസംഗം നടത്തിയാൽ അയാളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ആരാധകനാണ്. ഒരാൾ ടിവിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ അയാളുടെ ഒരു ആരാധകനാണ്. ഒരാളിൽ കൂടെ ഒരു രോഗസൗഖ്യം നടന്നാൽ നമ്മൾ അയാളുടെ ആരാധകരായി തീരുന്നു. അതുകൊണ്ടാണ് ഈ വ്യാജ ഇവാഞ്ചലിസ്റ്റുകളുടെയൊക്കെ യോഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിക്കൂടുന്നത്. അവരിൽ പലരും വ്യാജമാണെന്ന് നമ്മൾ അറിഞ്ഞില്ല, അറിഞ്ഞു വന്നപ്പോൾ ഒത്തിരി താമസിച്ചു പോയി, നമ്മുടെ പോക്കറ്റ് അവരടിക്കുകയും ചെയ്തു. ഞാൻ ഈ വേദിയിൽ നിന്ന് ഏതെങ്കിലും ഒരാളിനെ ആക്ഷേപിക്കുവാനായിട്ട് തുനിയുകയല്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചിരുന്ന വലിയ വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു വീണു എന്നുള്ള കാര്യം മറന്നുപോകാനിടയാകരുത്. പോൾ യോങ്കിച്ചോ, അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എനിക്കറിയാൻ പാടില്ല, പക്ഷെങ്കിൽ അദ്ദേഹം ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വലിയ വിഗ്രഹമായി നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം തകർച്ചയുടെ വക്കിലാണ്. ഈ അടുത്തിടെ വായിച്ച ഒരു പ്രസിദ്ധീകരണത്തിൽ കണ്ടത്, നമുക്കറിയാം ഓൾമാൻ സ്വീഡനിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭയുടെ ശുശ്രൂഷകൻ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിപ്പോയതായി, അദ്ദേഹവും ഭാര്യയും കൂടെ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിപ്പോയതായി നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അപ്പൊ എല്ലാ മനുഷ്യർക്കും കേരളത്തിൽ ഈ അടുത്തിടെയല്ല, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു യോഗത്തെ സംബന്ധിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ശുശ്രൂഷകനെ പരിചയപ്പെടുത്തിയത് അദ്ദേഹം യോങ്കിച്ചോയോടൊപ്പം വേദി പങ്കിട്ട ആളാണ്. അദ്ദേഹം യേശുവിന്റെ ശുശ്രൂഷക്കാരനാണെന്നല്ല, അതിന് വിശേഷിച്ച് വലിയ പ്രാധാന്യമൊന്നുമില്ല. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ്
ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ പറഞ്ഞത് യോഗിച്ചോയോടൊപ്പം ഇയാൾ വേദി പങ്കിട്ടു. അന്ന് നമ്മൾ പുള്ളിയെ പേടിച്ചോണോ? യോഗിച്ചോടെ നമ്മൾ കണ്ടേച്ച് നിൽക്കുക. വളരെ തെറ്റായ കാര്യങ്ങൾ. സാധാരണ ഇംഗ്ലീഷിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രം നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ദൈവപ്രവൃത്തി എന്തുമായിക്കൊള്ളട്ടെ അതിനെ നമ്മൾ നിർവചിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പോൾ യോഗിച്ചോയുടെ സഭയിൽ ധാരാളം വിശ്വാസികൾ വന്നു. അത് ലോകം അറിയപ്പെടുന്ന ഒരു വലിയ സഭയായി തീർന്നു. നല്ല കാര്യം, അതവിടെ നിൽക്കട്ടെ. എന്നാൽ കൊറിയയിൽ സുവിശേഷം കൊണ്ടുവന്നത് പോൾ യോഗിച്ചോയല്ല. കൊറിയയിൽ സുവിശേഷം കൊണ്ടുവന്നത് റവറൻ ആർ തോമസ് എന്ന് പേരുള്ള ഒരു ബ്രിട്ടീഷ് മിഷനറിയാണ്. 1866 അദ്ദേഹം ഷെർമൻ എന്ന് പേരുള്ള ഒരു കപ്പലിൽ അവിടെ ഇറങ്ങി. ആദ്യം കണ്ട മനുഷ്യനോട് സുവിശേഷം പറഞ്ഞു. ആ മനുഷ്യൻ തന്നെ ഈ മിഷനറിയെ കൊന്നു. തന്റെ കയ്യിലിരുന്ന ബൈബിൾ ആ മനുഷ്യന് കൊടുത്തിട്ട് അദ്ദേഹം അവിടെ മരിച്ചു. തന്റെ രക്തത്തിൽ നിന്നാണ് കൊറിയയിൽ പെന്തക്കോസ്ത് ഉണ്ടായത്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും ചെറുതായി കണ്ട് സുവിശേഷത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുവാൻ കഴിയുന്ന ആളുകളെ എല്ലാം ചെറുതായി കണ്ട് അവരെ നിസ്സാരവൽക്കരിച്ചിട്ട് ശുദ്ധമായ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അഴകിയവനെ കണ്ട് അണ്ണ എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പെന്തക്കോസ്തുകാർ വന്നെത്തി നിൽക്കുന്നത്. നമ്മൾ ലോകത്തിലുള്ള ഒരു മനുഷ്യരെയും നോക്കിയാൽ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല. നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച കർത്താവായ യേശുവാണ് നമ്മുടെ മുമ്പിലെ ഉദാത്തമായ മാതൃക. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും. എല്ലാ മനുഷ്യരും വീഴ്ചയുള്ളവരാണ്. നമുക്ക് നോക്കുവാനുള്ളത് ഈ താൽക്കാലികമായിട്ട് പ്രശസ്തരായി നിൽക്കുന്ന ഒരു മനുഷ്യരെയുമല്ല. നമ്മുടെ മുമ്പിൽ നമുക്ക് മാതൃകയായി നിൽക്കുന്നത് വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസ്തത, അവിടേക്ക് പ്രവേശിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ദൈവം പിന്നീട് ഒരു സന്ദർഭത്തിലായിക്കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തിലെ വിശ്വസ്തത അത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നെഹെമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, വായിക്കുന്നില്ല. 5-ാം അധ്യായം 16-ാം വാക്യമാണ്. അദ്ദേഹം പറയുന്നത്, ഞാനോ എന്റെ കൂടെയുള്ള ആരും വസ്തുവകകളൊന്നും വാങ്ങിച്ചില്ല. ആമേൻ. നമുക്കറിയാം, യെരൂശലേമിന്റെ മതിലുകളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ബാബേലിൽ നിന്ന് രാജാവിന്റെ അനുമതിയോടുകൂടെ അധികാരപത്രവും അല്ലെങ്കിൽ ശുപാർശ കത്തുകളും ഒക്കെയായി വന്ന നെഹെമ്യാവിന്റെ കയ്യിൽ കൂടെ കയറി ഇറങ്ങിയ പണത്തിന് കയ്യും കണക്കുമില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഇതൊന്നും ഞാൻ എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ എന്റെ കൂടെയുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയോ എടുത്തില്ല. ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ എവിടെയായിരുന്നു? മതിൽ പണിയിലായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ന്യായാധിപന്മാരുടെ പുസ്തകം അത് വായിച്ചാൽ മലയാളത്തിൽ അത് അത്ര ക്ലിയർ അല്ല, ഇംഗ്ലീഷിലാണ് അത് ക്ലിയർ ആയിട്ടുള്ളത്. ഇംഗ്ലീഷിൽ NIV എന്ന് വായിക്കാൻ എപ്പോഴെങ്കിലും നല്ലതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യം. ആമേൻ. Watch me, he told them. Yeah. Follow my lead. When I get into the edge of the camp, do exactly as I do. Amen. 3 കാര്യങ്ങളാണ് അവിടെ ഗിദെയോൻ തന്നോട് കൂടെയുള്ള ആളുകളോട് പറയുന്നത്. പക്ഷെങ്കിൽ അത് വളരെ ബോൾഡായിട്ടാണ് അദ്ദേഹം പറയുന്നത്. നമ്മളല്ല, അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ ഉൾപ്പെടെയുള്ള പ്രസംഗകരെ ഒരു യോഗത്തിൽ വിളിച്ചാൽ പറയും, ഞങ്ങളെ അത് നോക്കണ്ട. അപ്പോഴേ മുൻകൂർ ജാമ്യം എടുത്തു. എന്നിട്ട് കർത്താവിനെ ഞങ്ങൾ പ്രസംഗിച്ചു, ഞങ്ങളുടെ എന്റെ ജീവിതം എവിടെ കിടന്നാലും ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ സുവിശേഷവുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം. ഞാൻ യേശുവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ എന്റെ ജീവിതത്തിൽ യേശുവിന്റെ ജീവിതവുമായിട്ട് സാമ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, വാച്ച് മീ, എന്നെ നോക്കിക്കോ, നോ പ്രോബ്ലം. എന്നിട്ട് ഫോളോ മൈ ലീഡ്, ഞാൻ എന്ത് ചെയ്യുന്നു അതിനെ ഫോളോ ചെയ്തോളൂ. മൂന്നാമത്തേത്, ഡു ജസ്റ്റ് ആസ് ഐ ഡു, ഞാൻ എന്ത് ചെയ്യുന്നു അത് അതുപോലെ ചെയ്യുക. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ വന്നിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടം ഹല്ലേലൂയ 100% നമ്മളെല്ലാത്തിനും നീതിയും
പ്രവർത്തിക്കോ എന്ന് പറയാൻ കഴിയുന്നവരല്ലെങ്കിലും കഴിയുന്നിടത്തോളം വാച്ച് മീ, ഫോളോ മീ, ഡു ജസ്റ്റ് as I do എന്ന് പറയുവാൻ സർവശക്തൻ നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് അവസരം നൽകി തന്ന അനുഗ്രഹീതനായ ദൈവദാസനോട് ലെവലിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ച് ഞാൻ വാക്കുകളും സമീപിക്കുന്നു. കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ.